ഇത് ടീച്ചർ തന്നതാ. ഭക്ഷണ വസ്തുക്കളെ 7ആയി തരംതിരിച്ചിരിക്കുന്നു. 1 ഇലക്കറികൾ, മത്തങ്ങ, കാരറ്റ് തുടങ്ങിയവ. 2 തക്കാളി, നാരങ്ങ തുടങ്ങിയവ. 3 പഴങ്ങൾ, പച്ചക്കറികൾ. 4 മുട്ട, മത്സ്യം. എന്തോന്നായത്? പോഷകാഹാരത്തിന്റെ ലിസ്റ്റാ. പഴവർഗ്ഗങ്ങൾ നല്ലോണം കഴിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു. ആഹാ, എന്നാ ടീച്ചറിനോട് തന്നെ വാങ്ങിച്ചു തരാൻ പറ. ഓടി അമ്മ, ഞാൻ പോകുന്നു. ഞാൻ ഇന്നലെ വളരെ മോശമായിട്ട് പെരുമാറിയല്ലേ? ഭയങ്കര വൃത്തികേടായി പോയി. കുട്ടിയുടെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? തീരെയില്ല. എന്റെ അമ്മയെ പോലെ സ്ത്രീയല്ലേ അവര്. ഇത് കുറച്ച് മുറുക്കാനാ അമ്മയ്ക്ക് കൊടുക്കാൻ. അമ്മ മുറുക്ക് തുടങ്ങിയിട്ടില്ല. ഇല്ലേ? കുട്ടി എവിടെ പോവാ? കേസ് കൊടുത്തോ? അയ്യേ, കേസോ? ഞാനോ? നിങ്ങളുടെ പേരിലോ? കണക്കായി പോയി. പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നല്ലാതെ. അമ്മ അകത്തില്ലേ? എന്തിനാ? വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ. വേണ്ട, ഇന്നലത്തെ നിങ്ങളുടെ സംസാരം തന്നെ അമ്മ ആയുഷ്കാലം മുഴുവനും ഓർമ്മിക്കും. കുട്ടിക്ക് എന്നോടുള്ള പിണക്കം തീർന്നില്ലല്ലേ? അതിന് നമ്മൾ തമ്മിൽ ഇണങ്ങിയിട്ടില്ലല്ലോ. ആ, അനിയത്തിയായിരിക്കും. എനിക്ക് ഓഫീസിൽ പോണം. വെക്കുള്ളൂ. ഞാൻ അമ്മയായിട്ട് വല്ല തമാശയൊക്കെ പറഞ്ഞിരിക്കാം. ആളുകളെ ഉപദ്രവിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഞാനാണ്, അമ്മയല്ല. എന്താ? ഉമ്മർക്ക് ഇയാള് പിന്നെ ശല്യപ്പെടുത്താൻ തന്നെയാ പുറപ്പാട്. എനിക്ക് പോണം. ഉമ്മർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ധൈര്യമായിട്ട് പോ. എന്താണ് എനിക്കത്? എന്താ? അതെന്നാ ഞാൻ ചോദിക്കുന്നത്, എന്താന്ന്? ആ, ഹൗസ് ഓണറിന്, നിങ്ങളോടല്ല, ഒരു ഹൗസ് ഓണറിന് അയാളുടെ വാടകക്കാരോട് സംസാരിക്കാനുള്ള അവകാശമില്ലേ? നിങ്ങളോടും പോത്തിനോടും വേദം ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളാണ് ഗൃഹനാഥ എന്നല്ലേ പറഞ്ഞത്? വാളത്ത് ഒന്നൊന്നും വെളിച്ചപ്പാടാവില്ല. ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം. നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും മര്യാദയുടെ ഒരു അംശം തൊട്ട് തീണ്ടിട്ടില്ല. പക്ഷേ ഇത് ബെസ്റ്റാപ്പാണ്. അറിയാം. ഓ, മറ്റുള്ളവർ കേൾക്കുന്നുണ്ടുള്ള വിഷമമായിരിക്കും. കേൾക്കട്ടെ. ഒരു ഹൗസ് ഓണറിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് അറിയാവുന്ന ചിലരെങ്കിലും ഈ കൂട്ടത്തിൽ കാണുമല്ലോ.